ദൈവനാമത്തെ മഹത്വം. ഇന്ന് പകൽ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ആരോന്റെ വഴി പോത്തു തറുത്തു കായ്ച്ചു എന്ന്. ആമേൻ. എന്നാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്, ദൈവം ഈ ദൈവപ്രവൃത്തി എപ്പോഴാണ് സംഭവിച്ചത്? കാരണം ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, ആ വടി പെട്ടകത്തിനകത്ത് വെച്ചു, പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോഴാണ് പൂത്തതായിട്ടും കായ്ച്ചതായിട്ടും ഫലം കൊടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്, അപ്പം ഇതെപ്പോഴാണ് ഈ ദൈവപ്രവൃത്തി സംഭവിച്ചത്? അന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവമാവ് തന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, ആ വടി ആ പെട്ടകത്തിനകത്ത് വെച്ചപ്പോൾ തന്നെ അതിനകത്ത് നടക്കേണ്ടുന്ന ദൈവീക പ്രവൃത്തികൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അഹരോൻ കണ്ടത് മണിക്കൂറുകൾക്ക് ശേഷം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് അഹരോൻ കാണുന്നത്. ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ മറുപടി കിട്ടിയില്ലെന്നിരിക്കാം, പക്ഷെ നമ്മൾ ദൈവസേനയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് അതിനുള്ള മറുപടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മളത് കാണുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ ആണ് ഈ മറുപടി നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ കുറഞ്ഞു പോകരുത്. കാരണം ദൈവപ്രവൃത്തി നടക്കേണ്ടെന്ന സമയത്ത് തന്നെ ദൈവിക പ്രവൃത്തി സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ എപ്പോഴാണോ മുട്ടുമടക്കുന്നത് ആ മിനിറ്റിൽ തന്നെ അതിനുള്ള മറുപടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അഹരോന്റെ വഴി ഒരു രാത്രി കൊണ്ട് തകർത്തതുപോലെ ഈ വചനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമാറട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ.